ഹലോ മക്കളെ, നമുക്ക് ലെസണിലെ ഈ +1 കുറച്ച് അക്കൗണ്ടൻസിൽ എന്തായാലും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ കണ്ടാലോ? നമുക്ക് കൃത്യമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളില്ലേ, ഈ ചോദ്യങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങളുടെ എക്സാം ഹാളിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ കണ്ടിട്ട് പറയും, ഓ ഇതൊക്കെ പറഞ്ഞു തന്നെയാണല്ലോ എന്ന് പറയുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ കേട്ടിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ പറഞ്ഞില്ലല്ലോ, ഇതൊന്നും നോക്കിയില്ലെങ്കിൽ കിട്ടുന്നില്ലോ എന്നുള്ള റിഗ്രറ്റും വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറയാൻ പോകുന്ന ക്ലാസ് കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പഠിച്ചിട്ടില്ലെങ്കിൽ അത് എന്തായാലും നോക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരു എസ്സേ അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം നല്ല മാർക്കിന് ചോദിക്കുന്ന 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് 4 മാർക്ക് ലെവലിലൊക്കെ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് തിയറി ചാപ്റ്റർ ആണ് 11th. ആ തിയറി ചാപ്റ്ററിൽ ഏറ്റവും ഈസി ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് വരുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും വരും. റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തട്ടോ. ഇതാണ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്ങിലെ മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്, കാൽക്കുലേഷൻ, എസർട്ടൈനിങ്, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അല്ലേ, ബിസിനസിന്റെ രേഖകൾ സൂക്ഷിക്കുക, ലാഭനഷ്ട സാമ്പത്തിക സ്ഥിതി കണ്ടെത്തുക, ഉപയോഗത്തിൽ വിവരങ്ങൾ നൽകുക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. ആ ഒബ്ജക്റ്റീവിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡിംഗ്, കമ്പാരബിലിറ്റി. ഇതിൻ്റെ ഒരു ഡെഫിനിഷനും കൂടി കൂടിയിട്ട് പഠിച്ചു വെച്ചേക്കുക. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതുക. ഒരു 4 മാർക്കിൻ്റെ ചോദ്യത്തിന് 4 ക്വാളിറ്റീസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പലപ്പോഴായിട്ട് ഇവിടുന്ന് വന്ന് കണ്ടിട്ടുണ്ട് നമ്മുടെ ചാപ്റ്റർ 1 നിന്നിട്ടോ. അപ്പോൾ അതെന്താണ്, അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് ആ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കാര്യങ്ങളിൽ എന്ത് ചെയ്ത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഗോയിങ് ടു ദ എസ്സേ, ദ റിയൽ എസ്സേ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ദ അക്കൗണ്ടിങ് ടേംസ് എന്നുള്ള രീതിയിൽ നിന്നാണ്. പല രീതിക്ക് അവർ ചോദിച്ചേക്കാം. സിറ്റുവേഷൻസ് തന്നിട്ട് അതിന്റെ പേര് എഴുതാൻ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 5-8 ടേംസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കാം. അസറ്റ്സിനെ കുറിച്ച് കൂടുതൽ പറയാനും ലയബിലിറ്റിയെ കുറിച്ച് പറയണം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വന്നോട്ടെ. അക്കൗണ്ടിങ് ടേംസിൽ നിന്ന് ഒരു നല്ല ശതമാനം മാർക്കിനുള്ള ചോദ്യം അക്കൗണ്ടിങ് ടേംസ് നിന്ന് മാത്രം വരും എന്നുള്ളതാണ്. അതൊരു എസ്സേ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ പല റിപ്പീറ്റഡ് ചോദ്യങ്ങളായിട്ട് 1, 2, 3 ചോദ്യങ്ങളായിട്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് അക്കൗണ്ടിങ് ടേംസിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത് ഇറ്റ് ഈസ് പ്രിറ്റി ഷുവർ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അക്കൗണ്ടിങ് ടേംസ് പഠിക്കാണ്ട് ചാപ്റ്റർ 1 നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ചാപ്റ്റർ 1 സെറ്റ് ആണെങ്കിൽ ഒരു 75-80% ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആക്കാം എന്നുള്ളതാണ്. ചാപ്റ്റർ 2 പോകുന്ന സമയത്ത് പിന്നെയും ടോപ്പിക്സിൻ്റെ എണ്ണം കുറയാണ്. വളരെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ആദ്യം തന്നെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒറ്റ കാര്യത്തിലാണ്, കോൺസെപ്റ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഒരു 13 കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൻ്റെ ലൈവ് നമ്മൾ പോയിട്ടുണ്ട്, ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ 13 കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ആ 13 കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ചാപ്റ്റർ 2 സെറ്റാണ്. ഓക്കെ, അതിൻ്റെ പല രീതിക്ക് ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ട് എങ്ങനെ വന്നാലും ഐ എം ഡാം ഷുവർ എന്തായാലും എന്ത് ചെയ്യും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ അവർ പറയും 4 എണ്ണം അവർ തരും എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും. എങ്ങനെയാണെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും, അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ മാത്രമായിരിക്കും. ആ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓരോ കോൺസെപ്റ്റിൻ്റെയും ഓരോ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക എന്നുള്ളത് എന്താണ്, എക്സാമ്പിൾ എന്ന രീതിയിലല്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ചാപ്റ്റർ 2 പറയുന്നത്. കൂടെ അതിൽ വേണമെങ്കിൽ AIs എന്താണെന്നും GAAPന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ വന്നേക്കാം എന്നുള്ളതാണ്. ചാപ്റ്റർ 3 പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ജേർണൽ എൻട്രി എഴുതാനുള്ള ചോദ്യം തന്നെയാണ്. ഒരു കംപ്ലീറ്റ് ജേർണൽ എൻട്രി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. ഇതുപോലത്തെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ജേർണൽ എൻട്രി ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. അതിന് ലെഡ്ജർ എൻട്രി പ്രതീക്ഷിച്ചുകൊള്ളുക. അതേപോലെ തന്നെ വരുന്നതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ വെച്ചിട്ടുള്ളത്. അതും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടാണ് എക്സാമിന് പോകുന്നതെങ്കിൽ ഡോണ്ട് വെറി ഗൈസ്, 80% ഓഫ് മാർക്ക് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതെങ്ങനെ പഠിക്കുക, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡു ദ ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അക്കൗണ്ടൻസിയുടെ ഭാഗം എന്ന് പറയുന്നത്. ഫസ്റ്റ് 2 ചാപ്റ്റർ തിയറി ആണെങ്കിൽ 3rd ചാപ്റ്റർ പ്രോബ്ലം തന്നെയാണ്. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേണോ, ഒരുപാട് നോട്ട്സ് വേണോ, ചാപ്റ്റർ വൈസ് സമ്മറി വേണോ, ജോയിൻ ചെയ്തോളാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യു ക്യാൻ ജോയിൻ, യു ക്യാൻ കളക്ട് ദാറ്റ് നോട്ട്സിലെ. ഇനി നിങ്ങൾക്ക് ഫ്രണ്ട്സിനും എല്ലാവർക്കും എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി കൂടുതൽ ക്ലാസ് വേണം, സൂം ലൈവ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിന് വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഓണം എക്സാം കഴിയുന്നതോട് കൂടിയിട്ട് ക്ലാസ്സസ് അതിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ നോട്ട്സും അവൈലബിൾ ആയിരിക്കും, എല്ലാ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ 11th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു 4,299 rupees യു വിൽ ഗെറ്റ്
ഓൾ ദ ഫീച്ചേഴ്സ് കേട്ടോ. ഈ പറഞ്ഞതുപോലെ ഞാൻ ബോർഡിൽ കാണുന്ന 11ഓളം ഫീച്ചേഴ്സ് അല്ലെ 10ഓളം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു 4299 റുപ്പീസിന് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു, റെക്കോർഡഡ് ലൈവ് കിട്ടുന്നു, ഡൗട്ട് ക്ലിയറൻസ്, സമ്മറി, അതേപോലെ പഠിച്ചു എന്ന് ഓർമ്മ തന്നെ പേഴ്സണൽ മെൻറ്റർഷിപ്പ്, വെരി ഇമ്പോർട്ടൻറ്റ് കേസ്. പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ട്, മെൻറ്റർ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ അപ്ഡേറ്റ്സ് എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ പഠിച്ചോ എന്ന് ചോദിക്കാൻ ഒരാളായിരിക്കും, വെറുപ്പിക്കുന്ന രീതിയിലല്ല, വളരെ നൈസായിട്ട് കേട്ടോ. പ്രാക്ടിക്കൽ പ്രോബ്ലം, അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻ, അഡാപ്റ്റീവ് ഫീച്ചർ നമ്മുടെ ആപ്പിന് മാത്രമുള്ളതാണ്. ജോപ്പോട്ട് ആപ്പിൻ്റെ മാത്രം ഫീച്ചറാണ്. നിങ്ങളുടെ ലെവൽ അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നുള്ളത്. ചാപ്റ്റർ വൈസ് ഷോർട്ട് നോട്ട്, AI ഡോക്യുമെന്റ് ക്രിയേഷൻ, അതിന് ക്ലിയർ ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ, എത്ര എക്സാംസ് വേണോ അത്രയും എക്സാംസ് അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ ആപ്പിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കൂടി ചെയ്തുകൊണ്ട് താങ്കിങ് യു. ഓക്കെ, ബൈ, സി യു.